Welcome back, my dear students, on a new lecture on Laplace transform. ഈ ലെക്ചറിൽ പ്രധാനമായിട്ടും നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറവും അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി തന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. So here the variable is s, here the variable is t. Now, അപ്പോൾ ഇവിടെ എസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകുന്നത്, കാരണം എസ് ആണ് വേരിയബിൾ. ഇനി നമ്മൾ ഈ എസ് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എസ് മൈനസ് എ ആകുമ്പോൾ, അതായത് എസിൽ നിന്ന് എ ഡിസ്റ്റൻസ് എസിനെ മാറ്റുന്നു. സോ ഇവിടെ ഇതാണ് എസ് എങ്കിൽ എസ് മൈനസ് എ ഇവിടെയാണ്. ഓക്കെ, സോ എസിനെ എസ് മൈനസ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ലെറ്റ് എഫ് ഓഫ് ടി ഹാസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, വെർ എസ് ഈസ് ഗ്രേറ്റർ ദാൻ സം നമ്പർ. ദെൻ ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി ഹാസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് മൈനസ് എ. അതായത് അങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എസ് മൈനസ് എ എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് എസിന് പകരം എഫ് ഓഫ് എസ് മൈനസ് എ ആകുമ്പോൾ എഫ് ഓഫ് ടിയോടൊപ്പം ഇ റൈസ് ടു എ ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഒറിജിനൽ ആൻസർ കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് എൽ ഓഫ് എഫ് ടി, എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് മൈനസ് എ. സോ ഇവിടെ എ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇ റൈസ് ടു എ ടി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. സോ വി ഹാവ് ടു പ്രൂവ് ദിസ്. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഗിവൺ ദാറ്റ് L of f of t is equal to f of s. So, which by definition is integral 0 to infinity e raised to minus st f of t dt. Okay. Now, f of s minus a is equal to integral 0 to infinity ഇ റൈസ് ടു എസിന് പകരം ഇത് എസ് മൈനസ് എ ആകുക. ഇവിടെ എസിന് പകരം എസ് മൈനസ് എ ആകുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ടി എഫ് ഓഫ് ടി ഡി ടി. ഇവിടെ എഫ് ഓഫ് എസ് മൈനസ്, ഇവിടെ എഫ് ഓഫ് എസിന് പകരം എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ കൊടുത്തതേ ഉള്ളൂ. ഇനി അല്ല, നിങ്ങൾക്കല്ലെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇതകത്തോട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇ റൈസ് ടു മൈനസ് എസ് ടി, ഇവിടെ മൈനസും മൈനസും പ്ലസ് എ ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു e raised to at f of t dt. So which is equal to integral 0 to infinity e raised to minus st into e raised to at f of t dt. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടിയോടൊപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ടിയോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി ആണ്. സോ ദിസ് ഈസ് ബൈ ഡെഫിനിഷൻ ഇസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി. ഓക്കെ, സോ എഫ് ഓഫ് എസ് മൈനസ് എന്നുള്ളത് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് കിട്ടി, വിച്ച് ഈസ് വാട്ട് റിക്വയർഡ്. ഇത് നമ്മൾക്ക് തിരിച്ചു വേണമെങ്കിലും ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി
then which is equal to this integral 0 to infinity e raised to minus st e raised to at f of t dt എന്ന് കിട്ടും. അതിനെ ഈ ഫോമിലോട്ട് എഴുതുക. അതിനെ ഈ ഫോമിലോട്ട് എഴുതുമ്പോൾ വിച്ച് ബൈ ഡെഫിനിഷൻ ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ. സോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. അപ്പോൾ എസിനെ എസ് മൈനസ് എ ആക്കുമ്പോൾ ഇ റൈസ് ടു എയ്റ്റി എഫ് ഓഫ് ടി എന്ന് കിട്ടും. ഇനി എസിനെ എസ് പ്ലസ് എ ആക്കുമ്പോൾ എസ് പ്ലസ് എ എസ് മൈനസ് മൈനസ് എ എന്നുള്ളതാണ്. സോ ഇ റൈസ് ടു എയ്റ്റിക്ക് പകരം ഇ റൈസ് ടു മൈനസ് എയ്റ്റി വരും. ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ വിച്ച് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദ കൊറോളറി. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എസ് പ്ലസ് എ ഈസ് ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഇവിടെ എഫ് ഓഫ് എസ് മൈനസ് എക്ക് പകരം എഫ് ഓഫ് എസ് പ്ലസ് എ. ദെൻ എഫ് ഓഫ് എസ് പ്ലസ് എ ഈസ് ഈക്വൽ ടു ആക്ച്വലി എഫ് ഓഫ് എസ് മൈനസ് മൈനസ് എ. ഇവിടെ എക്ക് പകരം മൈനസ് എ എന്ന് വന്നതേ ഉള്ളൂ, വിച്ച് ഈസ് എൽ ഓഫ്. അപ്പോൾ ഇവിടെയും എക്ക് പകരം മൈനസ് എ വരുന്നതേ ഉള്ളൂ. ഇ റൈസ് ടു മൈനസ് എ ടി എഫ് ഓഫ് ടി എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് എ. അതുപോലെ തന്നെ we can say that if L of f of t is equal to capital F of s, then L of e raised to at f of t is equal to capital F of s minus a. ഇതിനെ that is which is equivalent to saying that L inverse of capital F of s minus a. Inverse Laplace transform is e raised to at f of t. Okay. Similarly, L inverse of capital F of s plus a is equal to e raised to minus at f of t. And I would already പറഞ്ഞു L of e raised to minus at f of t is capital F of s plus a, which means that L inverse Laplace transform of f of s plus a ആണ് e raised to minus at into f of t. Now let us discuss some questions. Question number 1. Find L of e raised to at into t raised to n, where n is an natural number 1, 2, 3, etc. So when f of t is equal to t raised to n, we know L of f of t, that is L of t raised to n is equal to n factorial divided by s raised to n plus 1. So L of f of t കണ്ടുപിടിച്ചു. This is of the form e raised to 8, L of e raised to 80 into t raised to n. This is f of s. Then by first shifting theorem, L of e raised to 80 into t raised to n is actually f of s minus a. ഇവിടെ f of s ഇതാണ്, that is n factorial divided by s ന് പകരം s minus a ആവും. s minus a the whole raised to n plus 1. Okay, so which is actually L of e raised to 80 into t raised to n. Okay, so അപ്പോൾ നമുക്ക് Laplace transform of e raised to 80 into some function first shifting theorem വെച്ച് വളരെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. Next question is question number 2. L of e raised to 80 into cos bt. So this is of the form L of e raised to 80 into f of t, where f of t is equal to cos bt. ഇനി L of f of t, that is L of cos bt is equal to cos bt യുടെ ആൻസർ എന്ന് പറയുന്നത് s divided by s square plus b square. ഇതാണ് ആൻസർ. So this is actually f of s.
So then by first shifting theorem, L of e raised to at into f of t is equal to f of s minus a. ഇവിടെ എസിന് പകരം എസ് മൈനസ് എ. അപ്പോൾ ദാറ്റ് ഈസ് എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ. Now can we apply the same for inverse Laplace transform? Inverse Laplace transform the case we already discuss ചെയ്തതാണ്. Okay, so keep in, so നമ്മൾ ഓൾറെഡി പറഞ്ഞ റിസൾട്ട് if L of f of t എന്നുള്ളത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ then by first shifting theorem L of e raised to at into f of t is equal to capital F of s minus a. That is, in other words, L inverse of capital F of s minus a is equal to e raised to at into f of t, and similarly L inverse of capital F of s plus a is equal to e raised to minus at into f of t. ഇനി നമുക്ക് ഇങ്ങനെയും എഴുതാം, ഇ റേസ് ടു എ ടി. ഇവിടെ എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ്, വിച്ച് മീൻസ് എഫ് ഓഫ് ടി ഈസ് എൽ ഇൻവേഴ്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. സോ എൽ ഇൻവേഴ്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, എഫ് ഓഫ് ടിക്ക് പകരം എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് എന്ന് കൊടുത്തതേ ഉള്ളൂ. യൂസിങ് ദിസ് റിസൾട്ട് ക്യാൻ വി ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് സം ഫങ്ഷൻസ് യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. അങ്ങനെയുള്ള കണക്കുകളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question, L inverse of 1 by s minus 1 the whole raised to 4. So അകത്തെ ഭാഗം നോക്കുക. അകത്തെ ഭാഗം ഈസ് ഓഫ് ദ ഫോം എസിന് പകരം എസ് മൈനസ് 1 ആണ്. So this is f of s minus 1. So f of s minus 1 is actually 1 by s minus 1 the whole raised to 4. So corresponding f of s എന്ന് വെച്ചാൽ s minus 1 ന് പകരം s ആക്കിയാൽ മതി, 1 by s raised to 4. And L inverse of 1 by s raised to 4 by definition is actually equal to t cube by 3 factorial. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, സോ അപ്പം ഇതാണ് എഫ് ഓഫ് ടി. സോ L inverse of f of s is equal to f of t ആണെങ്കിൽ L inverse of f of s minus 1 which is equal to L inverse of 1 by s minus 1 the whole raised to 4 is equal to, നമുക്ക് ഓൾറെഡി പഠിച്ച റിസൾട്ട് L of f of t is equal to capital F of s അല്ലെങ്കിൽ L inverse of f of t. So L inverse of capital F of s is equal to f of t ആണെങ്കിൽ then L inverse of f of s minus a is equal to e raised to at into f of t. ഇവിടെ L inverse of 1 by s raised to 4 is t cube divided by 3 factorial. So L inverse of 1 by s minus 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിൻ്റെ ആൻസർ ഈസ് ആക്ച്വലി e raised to at into f of t ആണ്. e raised to at into f of t. Here f of t is equal to t cube divided by 3 factorial. A എന്ന് വെച്ചാൽ 1 ആണ്. So e raised to 1t into t cube divided by 3 factorial. That is e raised to t into t cube divided by 3 factorial. Okay. So നമ്മൾ ഏത് ഫംഗ്ഷൻ്റെ ഫോമിലാണ് തന്നിരിക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, എ കണ്ടുപിടിക്കുക, e raised to at into f of t എന്നുള്ള ഫോമിലേക്ക് എഴുതുക. That is the expression. Next question. Find L inverse of s plus 2 divided by s plus 2 the whole square plus 1. So ഇവിടെ എസിന് പകരം എസ് പ്ലസ് 2 ആണ് വന്നിരിക്കുന്നത്. സോ ഇത് എഫ് ഓഫ് എസ് പ്ലസ് 2 എന്നുള്ള ഫോമാണ്. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് എസ് പ്ലസ് 2 is equal to s plus 2 divided by
എസ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വണ്ണിനെ നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എസിന് പകരം എസ് പ്ലസ് ടു വന്നു. സോ വിച്ച് ഇംപ്ലൈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് അല്ലെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ആക്ച്വലി ഈക്വൽ ടു കോസ് എ ടി എന്നുള്ളതാണ്. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കോസ് എ ടി ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 1. സോ ദിസ് ഈസ് കോസ് ടി. അപ്പം നമുക്ക് എഫ് ഓഫ് ടി കിട്ടി. ഓക്കെ, ഇനി ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. സോ ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടി. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് 2 is equal to e raised to minus 2t into f of t. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ് വന്നത്, -2 ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് e raised to minus 2 into cos t. ഓക്കെ, സോ നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു e raised to minus 2 into cos t. Next question. Find L inverse of S divided by S minus 1 the whole square minus 4. ഇവിടെ ശ്രദ്ധിക്കുക, താഴെ എസ് മൈനസ് 1 ഉണ്ട്, മുകളിൽ എസ് മൈനസ് 1 ഇല്ല. അപ്പോൾ നമ്മൾ എസ് മൈനസ് 1ന്റെ ഫോമിലാണ് ആക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ അതിനു വേണ്ടി ഒരു -1 ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ആൻസർ ഹിയർ നമ്മൾ നമ്മൾ ഫംഗ്ഷൻ അകത്തെ പാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയറിനെ 2 സ്ക്വയർ എന്ന് എഴുതുന്നു. ഇവിടെ നമ്മൾ താഴെ എസ് മൈനസ് 1 ആണ്, സോ മുകളിൽ എസ് മൈനസ് 1 ആണ് വരേണ്ടത്. കാരണം ദിസ് ഈസ് ഓഫ് ദ ഫോം എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതെന്ന് വെച്ചാൽ കോസ് എച്ച് എ ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമാറ്റ് അറിയാം. അപ്പോൾ പക്ഷേ ഇവിടെ എസിന് പകരം എസ് മൈനസ് 1 ആണ് വരേണ്ടത്. സോ -1 ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം എസ് മൈനസ് 1 പ്ലസ് 1. ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്താൽ എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. സോ ഇവിടെ 2 പാർട്സ് ഉണ്ട്. ഈ 2 പാർട്സും നമുക്ക് കണ്ടുപിടിക്കണം. സോ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ്, ഇതിനെ ഇങ്ങനെയാണ് എഴുതിയത്, എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ s minus 1 the whole square minus 2 square plus L inverse of 1 by s minus 1 the whole square minus 2 square. ഇനി ഇത് ഓരോന്നും കണ്ടുപിടിച്ചാൽ മതി. ഇത് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ L inverse of s minus 1 divided by s minus 1 the whole square minus 2 square. ഓക്കെ, അകത്തെ ഭാഗം it is of the form f of s minus 1. f of s minus 1 is s minus 1 divided by s minus 1 the whole square minus 2 square. Corresponding f of s is actually s divided by s square minus 2 square. Okay, so L inverse of capital F of s is equal to s divided by s square minus 2 square. ഇവിടേക്ക് പകരം 2 ആണ് വന്നിരിക്കുന്നത്. is actually equal to cos h to t. Okay, so this is f of t. അങ്ങനെയാണെങ്കിൽ by first shifting theorem L inverse of
f of s minus 1 is actually equal to e raised to a എന്നുള്ളത് 1 ആണ്. So e raised to t into f of t. That is e raised to t into cos h 2t. സോ ഇതിൻ്റെ ഒരു ഇൻ്റഗ്രലായി. ഇനി അടുത്തത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. 1 ഒരു പാർട്ടായി. അടുത്തത് L inverse of 1 by s minus 1 the whole square minus 2 square. ഇവിടെ f of s minus 1 is equal to 1 divided by s minus 1 the whole square minus 2 square. ഇത് 1 divided by s minus 1 s square minus a square എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മേളിൽ ഒരു a വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് sin h t. അപ്പോൾ ഞാൻ ഇവിടെ മേളിൽ ഒരു 2 വരണം. അതുകൊണ്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ 1/2 ഇൻറ്റു വാട്ട് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് എസ് എന്നുള്ളത് 1/2 ഇൻറ്റു 2 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് L inverse of f of s is equal to L inverse of 1/2 into 2 divided by s square minus 2 square. Linearity property അനുസരിച്ച് 1/2 വെളിയിലെടുക്കുക. 1/2 into L inverse 2 divided by s square minus 2 square. This is a divided by s square minus a square, which is actually equal to sin h at. So 1/2 into sin h, ഇവിടെ എക്ക് പകരം 2 ആണ്, sin h 2t. ദിസ് ഈസ് വാട്ട് എഫ് ഓഫ് ടി ഈസ്. ഇതാണ് എഫ് ഓഫ് ടിയുടെ വാല്യൂ. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് എസ് മൈനസ് 1 ആണ്. ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ആക്ച്വലി 1/2 ഇൻറ്റു sin h 2t. That is e raised to t sin h 2t divided by 2. So ഈ ഇന്റഗ്രലിന്റെ രണ്ട് പാർട്സും കണ്ടുപിടിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് L inverse of s divided by s minus 1 the whole square minus 4 is equal to ഈ രണ്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ സം ആണ്. ഫസ്റ്റ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ഇ റൈസ് ടു ടി ഇൻറ്റു കോസ് എസ് 2t. ഇ റൈസ് ടു ടി ഇൻറ്റു കോസ് എസ് 2t പ്ലസ് അടുത്തത് ഇ റൈസ് ടു ടി സൈൻ എസ് 2t ഡിവൈഡ് ബൈ 2. ഇ റൈസ് ടു ടി സൈൻ എച്ച് 2t divided by 2. This is the answer.